Hello. Electronics devices and circuits le wave shaping circuits ne kurichana innathe class il nammal discuss cheyan povunnathu. So now class തുടങ്ങുന്നതിന് മുമ്പ് just ഒരു introduction നോക്കാം. എന്താണ് waves അല്ലെങ്കിൽ എന്താണ് waveforms എന്നുള്ളതൊന്ന് ചെറിയൊരു introduction നോക്കാം. Okay. In electronic circuits, we need to produce many different types of frequencies and shapes of signal waveforms such as square waves, rectangular waves, triangular waves, sawtooth waveforms, and a variety of pulses like spikes, etc. അല്ലേ? അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് സർക്യൂട്ടിൽ പല രീതിയിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈൻസ് അല്ലെങ്കിൽ സിഗ്നൽസ് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലായിരിക്കാം, ഡിഫറെൻറ്റ് ഷേപ്സിലായിരിക്കാം, അല്ലേ? അതിനൊക്കെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. സ്ക്വയർ വേവ്, സൈൻ വേവ്, കൊസൈൻ വേവ്, റെക്ടാങ്കുലർ വേവ്സ്, ട്രയാങ്കുലർ വേവ്സ്, സോട്ടൂത്ത് വേവ് ഫോംസ്, അതുപോലെ തന്നെ പൾസസ്, സ്പൈക്കസ്, ഇതൊക്കെ ആയിട്ടാണ് സ്പൈക്സുകൾ, ഇതൊക്കെ ആയിട്ടാണ് നമുക്ക് പല രീതിയിലുള്ള വേവ് ഫോംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇലക്ട്രോണിക് ഡിവൈസസിൽ. അതുപോലെ തന്നെ these type of signal waveform can then be used for either timing signal, clocking signals, trigger pulse. ഈ പറയുന്ന സിഗ്നലുകൾ നമുക്ക് വീണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പ്രാവശ്യം നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഈ സിഗ്നൽസിനെ എഗെയിൻ ഇപ്പം നമ്മളൊരു സ്വിച്ചിങ് സിഗ്നൽ, ഒരു മോസ്ഫെറ്റോ അല്ലെങ്കിൽ ഒരു IGBTയോ ഈ പറയുന്ന സ്വിച്ചിങ് അല്ലെങ്കിൽ ഒരു SCR ഇതിനൊക്കെ ട്രിഗർ ചെയ്യാനായിട്ട്, അതായത് ടേൺ ഓൺ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അവയുടെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ പറയുന്ന സിഗ്നൽസിനെ, ഈ പറയുന്ന സ്ക്വയർ വേവ്, ട്രയാങ്കുലർ വേവ്സ് അല്ലെങ്കിൽ റെക്ടാങ്കുലർ വേവ്സ്, ഇതിനെയൊക്കെ നമുക്ക് പൾസസ് ആയിട്ട് അല്ലെങ്കിൽ ക്ലോക്ക് സിഗ്നലുകളായിട്ടൊക്കെ, ടൈമിംഗ് സിഗ്നൽസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും തന്നെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഒരു വേവ് ഫോംസ് എന്ന് പറയുന്നത്. പല രീതിയിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേവ് ഫോംസ് നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വേവ് ഫോംസിന് പല ക്യാരക്ടറിസ്റ്റിക്സുകളുണ്ട്. അതിൻ്റെ ഫസ്റ്റ് വണ്ണാണ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് ദിസ് ഈസ് ദ ലെങ്ത് ഓഫ് ദ ടൈം ഇൻ സെക്കൻഡ്സ് ദാറ്റ് ദ വേവ് ഫോം ടേക്സ് ടു റിപ്പീറ്റ് ഇറ്റ് സെൽഫ് ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ്. അതായത് ഒരു സ്റ്റാർട്ടിൽ നിന്നും അതിൻ്റെ ഒരു എൻഡ് ആയിട്ടൊരു പൊസിഷൻ ഉണ്ടാകുമല്ലോ, ആ പൊസിഷൻ വരെ എത്തുന്ന ആ ഒരു ടൈം അല്ലെങ്കിൽ ആ ഒരു ലെങ്ത് ഓഫ് ടൈമിനെയാണ് നമ്മളൊരു പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ എഗെയിൻ അത് ഫസ്റ്റ് തൊട്ടിട്ട് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് അതിൻ്റെ ഒരു എൻഡിങ് പോയിന്റ് വരെ വരുന്ന ആ ഒരു ടൈം, അതായത് റിപ്പീറ്റേഷൻ വരുന്നതിന് മുമ്പായിട്ട് വരുന്നത്, അല്ലെ? റിപ്പീറ്റ് വരാൻ പാടില്ല, അതിന് തൊട്ട് മുമ്പായി വരുന്ന ആ ഒരു ലെങ്ത് ഓഫ് ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വാല്യൂവിനെ നമുക്ക് പീരിയോഡിക് ടൈം എന്ന് വിളിക്കും. ആ ഒരു വാല്യൂവിനെ നമ്മൾ വിളിക്കുന്നതാണ് പീരിയോഡിക് ടൈം. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ T എന്നാണ്. ഓക്കെ, ഒരു വേവ് ഫോം, ഒരു സൈൻ വേവിൻ്റെയോ അല്ലെങ്കിൽ ഒരു പൾസ് വിഡ്ത്ത് ഫോർ സ്ക്വയർ വേവ്, അത് ഡിഫറെൻറ്റ് പേരുകളിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഇപ്പോൾ സൈൻ വേവിനാണെങ്കിൽ അതൊരു പീരിയോഡിക് ടൈം എന്നാണ് അറിയപ്പെടുന്നത്, T. ഓക്കെ, എന്നാൽ അതൊരു സ്ക്വയർ വേവിനാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ആ ഒരു പൾസ് വിഡ്ത്ത് എന്ന് പറയും. അതായത് ആ ഒരു പീരീഡ് അതിന്, അതായത് മീനിങ് സെയിം ആണെങ്കിലും ഓരോ വേവിനും അതൊരു ഡിഫറെൻറ്റ് പേരുകളിലാണ് അറിയപ്പെടുന്നത്. അത്രയേ ഉള്ളൂ അതിൻ്റെ ഡിഫറൻസ്. പീരീഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് ആ ഒരു വേവിൻ്റെ എൻഡിങ് പോയിന്റ് ആണ്. അതായത് ഒരു റിപ്പീറ്റേഷൻ വരുന്നതിന് ബിഫോർ ആയിട്ട് വരുന്ന ആ ഒരു എൻഡിങ് പോയിന്റ്, അതാണ് ഒരു പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞിരുന്നു, ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലുള്ള വേവ് ഫോംസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ദ നമ്പർ ഓഫ് ടൈംസ് ദ വേവ് ഫോംസ് റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് വിത്തിൻ എ 1 സെക്കൻഡ് ഓഫ് ടൈം പീരീഡ്. അതായത് ഒരു വേവ് ഫോം, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വേവ് ഫോം ഒരു സെക്കൻഡ് ടൈമിൽ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ആയി വരുന്നുണ്ടോ. ഓക്കെ, അതായത് അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് ഒരു എൻഡിങ് പോയിന്റ് ആണ് ഒരു വേവ് ഫോം എന്ന് പറയുന്നത്. ഒരു കംപ്ലീറ്റ് വേവ് എന്ന് പറയുന്നത് അതാണ്, അല്ലെ? ആ ഒരു വേവ് ഫോം വിത്തിൻ എ സെക്കൻഡ് ഓഫ് ടൈം, ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ആയി വരുന്നുണ്ട്, അതാണ് ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫ്രീക്വൻസിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് F ആണ്, അല്ലെ? സോ ഫ്രീക്വൻസി ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ ടൈം പീരീഡ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പിൽ നോക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ ആണ്, ദാറ്റ് ഈസ് 1/T ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താണ്? ഇറ്റ്സ് ഇൻ ഹെർട്സ് ആണ്. ഓക്കെ, ദെൻ അടുത്തതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓർ ഇന്റൻസിറ്റി ഓഫ് ദ സിഗ്നൽ വേവ് ഫോം മെഷേർഡ് ഇൻ വോൾട്ട്സ് ഓർ ആംപ്സ്.
അല്ലെ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു മാഗ്നിറ്റ്യൂഡ് എത്രത്തോളമാണ് നമുക്ക് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് വരുന്നത്, എത്രത്തോളമാണ് നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ഇന്റൻസിറ്റി വരുന്നത് ഒരു സിഗ്നൽ വേവ് ഫോമിന്റെ. അത് ചിലപ്പോൾ വോൾട്ടിലായിരിക്കാം അല്ലെങ്കിൽ ആംപ്സിലായിരിക്കും. വോൾട്ട് മീൻസ് വോൾട്ടേജ് ആയിരിക്കാം, ആംപ്സ് മീൻസ് കറന്റ് ആയിരിക്കും അല്ലെ. ഇതാണ് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഇത് ഈ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് ഒരു വേവിനുള്ളത് അല്ലെ. അത് ഏതാണെങ്കിലും, ഇപ്പൊ സ്ക്വയർ വേവ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സൈൻ വേവ് ആണെങ്കിലോ സോ ടൂത്ത് വേവ് ആണെങ്കിലോ ഏതൊരു വേവ് ആണെങ്കിലും നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പീരീഡ്, ഫ്രീക്വൻസി ആൻഡ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ഇതാണ് ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഫോർ ദ സിഗ്നൽ എന്ന് പറയുന്നത്, വേവ് ഫോംസ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഫസ്റ്റ് വരുന്ന ഒരു വേവ്, നമ്മൾ നോക്കാൻ പോകുന്ന വേവ് എന്ന് പറയുന്നത് ഒരു സൈനുസോയിഡൽ വേവ് ഫോം ആണ് അല്ലെ. Sinusoidal waveform. So, the sine or sinusoidal wave is a curve that describes a smooth repetitive oscillations. ഓക്കെ, അതായത് ഒരു സൈൻ വേവ് അല്ലെങ്കിൽ ഒരു സൈനുസോയിഡൽ വേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കർവ് ആണ്. അത് എന്താണ് പറയുന്നത്? ഇറ്റ് ഡിസ്ക്രൈബ് എ സ്മൂത്ത് റെപ്പറ്റേറ്റീവ് ഓസിലേഷൻ. സ്മൂത്ത് ആയിട്ട് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഓസിലേഷനെയാണ് നമ്മളൊരു സൈൻ വേവ് എന്ന് പറയുന്നത്. Okay, the sine wave as the wave form in which the amplitude is always proportional to sine of its displacement angle at every point of time. Okay, അതായത് സൈൻ വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഒരു സൈൻ ഓഫ് ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ് ആംഗിൾ. ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആംഗിളിന്റെ ഓരോ പോയിന്റിലും ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആംഗിളിന്റെ ഒരു സൈൻ വാല്യൂ ആണ് ഈ ഒരു സൈൻ വേവ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഇൻ വിച്ച് ദ ആംപ്ലിറ്റ്യൂഡ്, ഈ സൈൻ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഓരോ പോയിന്റിലും ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആംഗിളിന്റെ സൈൻ വാല്യൂ ആയിരിക്കും. അതാണ് സൈൻ വേവ് ഫോം എന്ന് പറയുന്നത്. ഇതാണ് ഒരു സൈനുസോയിഡൽ വേവ് ഫോം. നമുക്കൊരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്, ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്. അപ്പൊ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് നമ്മുടെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വൺ സൈക്കിൾ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് മുമ്പ് നോക്കിയ ടേംസ് ഇവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് എൻ്റെ ഈ ഒരു വേവ് ഇവിടെ കംപ്ലീറ്റ് ആവുന്നു അല്ലെ. ഇതിന് ശേഷം വീണ്ടും അത് റിപ്പീറ്റ് ആണ്. സോ എനിക്ക് ഈ ഒരു എൻഡ് തൊട്ട് ഈ ഒരു എൻഡ് വരെ വരുന്ന ആ ഒരു ടൈമിനെയാണ് എനിക്ക് എന്തെന്ന് പറയുന്നത്? ഇറ്റ്സ് വൺ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് വേവ്സ് വിത്തിൻ എ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര റിപ്പീറ്റേഷൻ വേവ്സ് വരുന്നുണ്ടോ. ഇപ്പൊ സപ്പോസ് എനിക്ക് ഇതാണ് എൻ്റെ ഒരു സെക്കൻഡ് ടൈം എന്ന് എടുത്തിരിക്കുന്നതെങ്കിൽ ഇതിൽ എനിക്ക് എത്ര റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട്? 1 then 2 അല്ലെ. അപ്പൊ 2 എണ്ണമാണ് എനിക്ക് വന്നിരിക്കുന്നത്. നമുക്ക് എന്തെന്ന് പറയാം? F is equal to 1/t എന്ന് പറയാം. ഓക്കെ, ദെൻ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് എൻ്റെ മാക്സിമം ഇന്റൻസിറ്റി. ഇതെനിക്ക് പോസിറ്റീവ് വാല്യൂയിൽ വരും, ഇതെന്റെ നെഗറ്റീവ് വാല്യൂയിൽ വരും അല്ലെ. ഇതാണ് എൻ്റെ മാക്സിമം ഇന്റൻസിറ്റി. എനിക്ക് ഇവിടെ വരെയാണ് മാക്സിമം വാല്യൂ വന്നിരിക്കുന്നത്. സോ ഇതാണ് എൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സൈനുസോയിഡൽ വേവ് ഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നോൺ സൈനുസോയിഡൽ വേവ് ഫോംസ് ആണ്. അതായത് സൈൻ അല്ലാത്ത സൈനുസോയിഡൽ വേവ് ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വരുന്ന വേവ് ഫോം ആണ് സൈനുസോയിഡൽ വേവ് ഫോം. ഇതല്ലാതെ നോൺ സൈനുസോയിഡൽ വേവ് ഫോംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വരും? ഇതൊരു നോൺ സൈനുസോയിഡൽ വേവ് ആണ്. ഇതൊരു ട്രയാങ്കുലർ വേവ്, ഇതൊരു നോൺ സൈനുസോയിഡൽ ആണ്. ദിസ് ഈസ് എ സ്ക്വയർ വേവ്, ഇതും ഒരു നോൺ സൈനുസോയിഡൽ ആണ്. ദെൻ നമുക്ക് സോ ടൂത്ത് വേവ് ഉണ്ട്, റെക്ടാങ്കുലർ വേവ് ഉണ്ട് അല്ലെ. സോ ഇവിടെ നോക്കൂ, എനിക്കിപ്പോൾ ഇത് പറയാൻ പറ്റുമോ? ഒരു എല്ലാ പോയിന്റിലും എനിക്കൊരു സൈൻ വാല്യൂ ആയിരിക്കും എന്ന് പറയാം. അതായത് ഒരു ഡിസ്പ്ലേസ്മെന്റിന്റെ സൈൻ വാല്യൂ ആണോ നമുക്ക് ഇവിടെ വരുന്നത്? അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ സൈൻ വേവ്. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ പീരീഡ്, ഫ്രീക്വൻസി എന്ന് പറയുന്നതൊക്കെ സെയിം തന്നെയാണ് നമുക്ക് എല്ലാത്തിലും വരുന്നത്. പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് തൊട്ട് ഇവിടെ വരെ വരുന്നതാണ് പീരീഡ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/t, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്റെ മാക്സിമം ഇന്റൻസിറ്റി ആണ് വരുന്നത്. ഓക്കെ, ദെൻ ട്രയാങ്കുലർ വേവ്. അപ്പൊ നമുക്കൊരു ട്രയാങ്കുലർ ഷേപ്പ് ആണ് വരുന്നത്. ഇവിടെ നമുക്കൊരു കേർവ്ഡ് ഷേപ്പ് ആയിരുന്നു, പക്ഷെ ഇവിടെ ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആണ് വരുന്നത്. ഇതെന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ദിസ് ഈസ് മൈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പൊ ഈ രണ്ട് സൈക്കിളും കൂടി കംപ്ലീറ്റ് ആവുന്നതാണ് എന്റെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇവിടെ വരെ വരുന്നതാണ് പീരീഡ്. ദ നമ്പർ ഓഫ് സൈക്കിൾസ് വിത്തിൻ 1 സെക്കൻഡ്, അതെന്റെ ഫ്രീക്വൻസി. ഇതെന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുന്നത് വോൾട്ടിലാണ്. കണ്ടില്ലേ, നമ്മൾ പറഞ്ഞു എയ്തർ വോൾട്ടിൻ ഓർ ആംപിയേഴ്സിലായിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് V പ്ലസ്, അതായത് പ്ലസ് V എന്ന് പറഞ്ഞാൽ എന്റെ മാക്സിമം ഇൻ പോസിറ്റീവ് സൈഡ് ആൻഡ് V മൈനസ്, ദാറ്റ് ഈസ് മൈനസ് V ഇസ് ദ മാക്സിമം വാല്യൂ ഇൻ ദ നെഗറ്റീവ് സൈഡ്. ഓക്കെ, സോ ദെൻ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വരുന്നത് ഒരു പോസിറ്റീവ് ഇൻക്രീസ് ആണ് അല്ലെ. ഇതൊരു പോസിറ്റീവ് റാമ്പും ഇതൊരു നെഗറ്റീവ് ആണ് വരുന്നത്. നമുക്ക് നെഗറ്റീവ് സ്ലോപ്പ് ആണ് വരുന്നത് അല്ലെ. ദിസ് ഈസ് മൈ പോസിറ്റീവ് സ്ലോപ്പ്, അതായത് പോസിറ്റീവ് സൈഡിലേക്ക് ഇൻക്രിമെന്റ്, ഇവിടെ നെഗറ്റീവ് സൈഡിലേക്ക് താഴത്തേക്ക് വരുന്നു. സോ ദിസ് ഈസ് മൈ ട്രയാങ്കുലർ വേവ്. നെക്സ്റ്റ് വൺ ഈസ് ദ സ്ക്വയർ വേവ്. സ്ക്വയർ വേവ് മീൻസ് എനിക്ക് എന്താണ്? സ്ക്വയർ ആയിട്ടായിരിക്കും അല്ലെ. പോസിറ്റീവ് ഹാഫ് സൈക്കിളും സ്ക്വയർ ആയിരിക്കും, നെഗറ്റീവും സ്ക്വയർ ആയിരിക്കും. എൻ്റെ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു പീരീഡ് അല്ലെ. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ്. ദിസ് ഈസ് മൈ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്.
ഓക്കെ, ഇത് നെഗറ്റീവ് മിനിമം, അതായത് നെഗറ്റീവിൽ വരുന്ന മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ദെൻ ഈ പറയുന്ന, അതായത് ഈ വേവ് ഫോം നോക്കൂ, എനിക്ക് ഇവിടുന്ന് മുകളിലേക്ക് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഈസ് മൈ റൈസിങ് എഡ്ജ്. എനിക്ക് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്ന എഡ്ജിനെയാണ് നമ്മൾ റൈസിങ് എഡ്ജ് എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ഫാളിങ് എഡ്ജ്. എനിക്ക് ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ, വാല്യൂ താഴത്തേക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഫാളിങ് എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഒരു നോൺ സൈനസോയിഡൽ, സൈനസോയിഡലും നോൺ സൈനസോയിഡലിനെയും കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. ഇവിടെ നോക്കൂ, ദിസ് ഈസ് സ്ക്വയർ വേവ് ആണിത്, ഇതൊരു ട്രയാങ്കുലർ വേവ്, സൈൻ വേവ്, ആൻഡ് ഇതെന്റെ സോ ടൂത്ത് വേവ് ആണ്, അല്ലെ, സോ ടൂത്ത്. അപ്പൊ ഈ രണ്ട് വേവും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം കേട്ടോ. നമുക്കതൊരു ഈക്വൽ ആയിട്ടാണ് വരുന്നത് ഓരോന്നും, പക്ഷെ ഇവിടെ അങ്ങനെയല്ല വരുന്നത്. അതായത് മാക്സിമം നമുക്കൊരു കണ്ടില്ലേ, ഇത് എനിക്ക് കറക്റ്റ് സെന്റർ പോയിന്റ് വരുന്നുണ്ട് ഇതിൽ, നമുക്കൊരു ട്രയാങ്കുലർ വേവ് ഫോം, പക്ഷെ ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ ട്രയാങ്കുലർ ഷേപ്പ്. ഓക്കെ, സോ ദിസ് ഈസ് ദ സോ ടൂത്ത് വേവ് ആണ്. ഓക്കെ, ഇതാണ് നോൺ സൈനസോയിഡലിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാനുള്ള ടോപ്പിക്കാണ് RC ഇന്റഗ്രേറ്റർ. ഓക്കെ, RC ഇന്റഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ the RC integrator is a series connected resistor capacitor network that produce an output signal which correspond to the mathematical process of integration. Mathematical process of integration, അതായത് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് കഴിഞ്ഞു വരുന്ന റിസൾട്ട് ആയിരിക്കും എനിക്ക് RC ഇന്റഗ്രേറ്ററിൽ വരുന്നത്. ഓക്കെ, അതായത് റെസിസ്റ്ററും കപ്പാസിറ്ററും കണക്ട് ചെയ്തിട്ടുണ്ടാകും. അതിന്റെ ഇൻപുട്ട് എന്താണോ ഞാൻ കൊടുക്കുന്നത്, ആ ഇൻപുട്ടിന്റെ ഒരു ഇന്റഗ്രേറ്റഡ് റിസൾട്ട് ആയിരിക്കും, ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും എന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. അതാണ് എന്റെ RC ഇന്റഗ്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എ പാസീവ് RC ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്, ദ ഇൻപുട്ട് ഈസ് കണക്റ്റഡ് ടു റെസിസ്റ്റൻസ് വൈൽ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ടേക്കൺ അക്രോസ് ദ കപ്പാസിറ്റർ. ഓക്കെ, ബീയിങ് എക്സാക്ട് ഓപ്പോസിറ്റ് ദ RC ഡിഫറൻഷിയേറ്റഡ് സർക്യൂട്ട്. അതായത് ഒരു പാസീവ് RC ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണെങ്കിൽ ഇൻപുട്ട് ഞാൻ റെസിസ്റ്റൻസിലേക്കും എന്നാൽ ഔട്ട്പുട്ട് ഞാൻ എടുക്കുന്നത് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടായിരിക്കും എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ സർക്യൂട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണെന്നുള്ളത്. സോ കപ്പാസിറ്റർ ചാർജസ് വെൻ ദ ഇൻപുട്ട് ഈസ് ഹൈ ആൻഡ് ഡിസ്ചാർജസ് വെൻ ദ ഇൻപുട്ട് ഈസ് ലോ. അപ്പൊ നമുക്ക് കപ്പാസിറ്ററിന് അക്രോസ് ആണ് ചാർജ് ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഇൻപുട്ട് ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് ഇൻപുട്ട് ഇൻക്രീസ് ആയി കൊടുക്കുകയാണ്, അതായത് ഇൻപുട്ട് നമ്മൾ ഹൈ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്റെ കപ്പാസിറ്റർ എന്താകും? ചാർജിങ് ആകും. ഓക്കെ, ഇൻപുട്ട് ലോ ആണെങ്കിലോ കപ്പാസിറ്റർ ജസ്റ്റ് ഡിസ്ചാർജ് ചെയ്യും. അതിനനുസരിച്ചിട്ടായിരിക്കും എനിക്ക് അതിന്റെ ഔട്ട്പുട്ട് റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, a passive RC network is nothing more than a resistor in series with a capacitor, that is a fixed resistance in series with a capacitor that has a frequency dependent reactance which decreases as the frequency across its plates are increases. ഓക്കെ, അപ്പൊ നമുക്കൊരു ഫ്രീക്വൻസി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള റിയാക്ടൻസ് ആയിരിക്കും ആ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ആ ഫ്രീക്വൻസി നമുക്ക് അവിടെ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് നമ്മുടെ റിയാക്ടൻസ് റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കും. അവിടെ ഒരു RC നെറ്റ്വർക്ക് ആണ്, അതായത് RC നെറ്റ്വർക്ക് മീൻസ് ഒരു കപ്പാസിറ്ററും റെസിസ്റ്ററും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതാണ് എന്റെ RC ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. Thus, at low frequency, the reactance of the XC is the capacitor is high. At high frequency, the reactance is low due to the standard capacity. അതായത് നമുക്ക് X is equal to നമ്മുടെ കപ്പാസിറ്റൻസിന്റെ റിയാക്ടൻസിന്റെ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. XC that is equal to 1 divided by 2 pi FC. ഓക്കെ, XC എന്ന് പറഞ്ഞാൽ എന്റെ റിയാക്ടൻസ് ആണ്, 2 pi കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്, F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, C മീൻസ് കപ്പാസിറ്റർ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, റിയാക്ടൻസും ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതിനർത്ഥം ഫ്രീക്വൻസി ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ എന്റെ റിയാക്ടൻസ് കുറയും, ഫ്രീക്വൻസി ഡിക്രീസ് ആയാൽ റിയാക്ടൻസ് കൂടും. ഓക്കെ, അതാണ് നമ്മൾ ഈ ലാസ്റ്റ് ഒരു സെന്റൻസിലായിട്ട് പറഞ്ഞിരിക്കുന്നത്. ലോ ഫ്രീക്വൻസിയിൽ റിയാക്ടൻസ് കൂടുകയും ഹൈ ഫ്രീക്വൻസിയിൽ റിയാക്ടൻസ് റെഡ്യൂസ് ആകുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇഫ് ദ ഇൻപുട്ട് സിഗ്നൽ ഈസ് എ സൈൻ വേവ്, RC integrator will simply act as a simple low pass filter with a cut off അല്ലെങ്കിൽ ഒരു corner frequency that correspond to the RC time constant tau of the series network and whose output is reduced above this cut off frequency point. ഇപ്പൊ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു സൈൻ വേവ് ആണ്. അപ്പൊ നമ്മൾ സൈൻ വേവ് എന്താന്ന് നോക്കി, ആ സൈൻ വേവ് ആണ് ഞാൻ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നതെങ്കിൽ RC ഇന്റഗ്രേറ്റർ എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു സിമ്പിൾ ലോ പാസ് ഫിൽറ്റർ. ലോ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ഫ്രീക്വൻസിനെ മാത്രം അലോ ചെയ്യുകയും ഹൈ ഫ്രീക്വൻസിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. അതാണ് ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്റെ RC ഇന്റഗ്രേറ്ററിലേക്ക് ഞാനൊരു സൈൻ വേവ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആ RC ഇന്റഗ്രേറ്റർ സർക്യൂട്ട് ഒരു ലോ പാസ് ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യും.
ഓക്കെ, അപ്പോൾ ലോ പാസ് ഫിൽറ്ററിൽ നമുക്കൊരു കട്ട് ഓഫ് ഫ്രീക്വൻസി ഉണ്ടാകും. ആ ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് എബവ് ഉള്ള ഫ്രീക്വൻസി അലോ ചെയ്യുകയില്ല. അതിന് താഴെയുള്ള ആ ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസിനെ മാത്രമേ നമുക്ക് അത് അലോ ചെയ്യുകയുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു RC ടൈം കോൺസ്റ്റന്റ് ഉണ്ടാവും. അതിന് ഡിനോട്ട് ചെയ്യുന്നത് ടോ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ ഈ ടൗവിന്റെ അതൊരു ടൈം കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ആ ഒരു ടൈം കോൺസ്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് റെഡ്യൂസ്ഡ് എബവ് ദിസ് കട്ട് ഓഫ് ഫ്രീക്വൻസി പോയിന്റ്. അപ്പോൾ ഈ ഒരു എബവ് വാല്യൂ, ആ ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി നമ്മൾ പറഞ്ഞിരുന്നു, ആ ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ എബവ് വാല്യൂസ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്താണ് വരുന്നത്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റിഡ്യൂസ് ആയി വരും. ഓക്കെ, അതായത് RC ഫിൽറ്റർ ഒരു ലോ പാസ് ഫിൽറ്റർ ആണല്ലോ. അപ്പൊ കട്ട് ഓഫ് ഫ്രീക്വൻസി ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് എബവ് വരുന്ന ഫ്രീക്വൻസിനെ ഞാൻ അലോ ചെയ്യില്ല. അപ്പൊ എനിക്ക് എന്തായാലും ഓട്ടോമാറ്റിക്കലി എനിക്ക് അവിടെ ഔട്ട്പുട്ടും കിട്ടില്ല അല്ലെ. ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഹൈ ഫ്രീക്വൻസി അവിടെ വരുന്നില്ലല്ലോ. അപ്പൊ ആ ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി കഴിഞ്ഞ ശേഷവും വീണ്ടും എന്തെങ്കിലും വരണമെങ്കിൽ എനിക്ക് അവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. 0 അല്ല, ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പോൾ സൈൻ വേവ് ആണെങ്കിൽ അതൊരു ലോ പാസ് ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. Thus, the rate of charging or discharging depend on the RC time constant. അപ്പോൾ ഈ ഒരു ടൈം കോൺസ്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു കപ്പാസിറ്ററിന്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും. അപ്പോൾ RC constant, that is tau, that is equal to R into C, that is reactance into capacitance value. For an RC integrated circuit, the input signal is applied to the resistance with the output is taken across the capacitor, then Vout equal to VC. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻപുട്ട് നമ്മൾ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് റെസിസ്റ്ററിലുമാണ് കൊടുക്കുന്നത്, കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ പാരലൽ ആയിട്ടായിരിക്കും നമുക്ക് എടുക്കാൻ പറ്റുന്നത് അല്ലെ. സോ കപ്പാസിറ്ററിൽ എന്താണ് ഔട്ട്പുട്ട് വരുന്നത്, VC, അതാണ് കപ്പാസിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതായിരിക്കും എന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് Vout എന്ന് പറയുന്നത്. As the capacitor is a frequency dependent element, the amount of charge that is established across the plate is equal to the time domain integral of the current. അപ്പോൾ ആ കറന്റിന്റെ ടൈം ഡൊമൈൻ ഇന്റഗ്രലിന് ഈക്വൽ ആയിരിക്കും ആ കപ്പാസിറ്ററിൽ ഉണ്ടാകുന്ന ചാർജ് എന്ന് പറയുന്നത് അല്ലെ. കാരണം എന്താണ്, കപ്പാസിറ്റർ ഇറ്റ് ഈസ് എ ഫ്രീക്വൻസി ഡിപെൻഡന്റ് എലമെന്റ് ആണ്. Then that is takes a certain amount of time for the capacitor to full charge, as the capacitor cannot charge instantaneous, only charge exponentially. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഒരു ഫുള്ളി ചാർജ് ആകുന്ന ഒരു സർട്ടൈൻ എമൗണ്ട് ഓഫ് ടൈമിൽ മാത്രമായിരിക്കും നമുക്ക് എന്ത് വരുന്നത്, കപ്പാസിറ്റർ ടു ഫുൾ ചാർജ് വരികയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കൊരു ഇൻസ്റ്റന്റേനിയസ് ആയിട്ടായിരിക്കില്ല കപ്പാസിറ്റർ ചാർജ് ആകുന്നത്, ഒരു എക്സ്പോണൻഷ്യൽ വേവ് ആയിട്ടായിരിക്കും നമുക്ക് ചാർജ് ആകുന്നത്. നമ്മുടെ അത് ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ഈ പറയുന്നത് എന്നുള്ളത്. ഓക്കെ, the basic equation of the capacitor, that is IC, capacitor current, that is equal to C into dVC by dt, the rate of change of capacitor voltage ആണ്. Can also be expressed as the instantaneous rate of change of the charge Q with respect to time, giving us the following standard equation, IC is equal to dQ by dt. അതായത് നമ്മുടെ ഈ പറയുന്ന ഈ ഒരു ഇക്വേഷൻ IC is equal to C into dVC by dt നെ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജിൽ നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു dQ by dt. അതായത് C dVC നെ നമുക്ക് dQ എന്നാക്കി എഴുതാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് Q is equal to എന്താണ്, C into VC, കപ്പാസിറ്റർ ഇൻറ്റു വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ. ഓക്കെ, അതാണ് നമ്മുടെ കപ്പാസിറ്റൻസ് ടൈം വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ IC that is equal to dQ by dt എന്ന് എഴുതാം. The rate at which the capacitor charges or discharges is directly proportional to the amount of the resistance and the capacitance, giving the time constant of the circuit. അപ്പോൾ നമ്മൾ പറഞ്ഞു ടൈം കോൺസ്റ്റന്റ് tau, that is equal to RC എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പാസിറ്റർ ചാർജ് ആകുന്നതും ഡിസ്ചാർജ് ആകുന്നതും എന്തിന് പ്രൊപ്പോർഷണലാണ്, ആ ടൈം കോൺസ്റ്റന്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, നമ്മുടെ RC ഇന്റഗ്രേറ്ററിന്റെ ഫോർമുലയാണ്, ഫൈനൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് Vout, that is equal to 1 by RC integral of 0 to t V in t dt. നമ്മൾ പറഞ്ഞു ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിന്റെ ഇന്റഗ്രൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു ടൈം കോൺസ്റ്റന്റിന് ഡിപ്പെൻഡബിൾ ആണ് അല്ലെ. സോ 1 by RC ഇൻറ്റു ടൈം ലിമിറ്റ് 0 to t V ഇൻപുട്ട് ഓഫ് t ഇൻറ്റു dt. ഇതാണ് നമ്മുടെ എന്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഒരു ഇന്റഗ്രേറ്റർ RC ഇന്റഗ്രേറ്ററിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ സർക്യൂട്ടും ഗ്രാഫും. ഓക്കെ, നമ്മൾ പറഞ്ഞു റെസിസ്റ്റർ എന്ന് പറയുന്നതും റെസിസ്റ്ററും കപ്പാസിറ്ററും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് ഞാൻ കൊടുക്കുന്നത് റെസിസ്റ്ററിലേക്കാണ്, ദെൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഞാൻ എടുക്കുന്നത് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടാണ്. സോ ഇതാണ് എൻ്റെ VC വോൾട്ടേജ്, ഇതെന്താണോ വോൾട്ടേജ് അതായിരിക്കും എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഈ ICയുടെ ഇക്വേഷൻ ആണ് നമ്മൾ ഇൻ ടേംസ് ഓഫ് ചാർജിൽ എഴുതിയത്, dQ by dt എന്ന് എഴുതിയത്.
ഇൻപുട്ട് വോൾട്ടേജ് ആ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് കൊടുക്കുന്നു. സി എന്ന് പറയുന്നത് കപ്പാസിറ്റർ ആണ്. ഈ വോൾട്ടേജിന് അക്രോസ്, അതായത് ഈ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ദെൻ ഗ്രാഫ് നോക്കൂ. നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു പൾസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു കപ്പാസിറ്റർ ഒരു ഇൻസ്റ്റന്റേനിയസ് ചാർജിങ് അല്ല വരുന്നതെന്ന്. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? നമ്മുടെ കപ്പാസിറ്ററിന്റെ ചാർജിങ്ങിനും ഡിസ്ചാർജിങ്ങിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അല്ലെ. അപ്പൊ നമുക്കൊരു ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള ഒരു എക്സ്പോണൻഷ്യൽ ഇൻക്രീസിംഗ് ആണെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ എക്സ്പോണൻഷ്യൽ ആയിട്ട് ഇൻക്രീസ് ആകുന്നത് പറയുന്നത്. അപ്പൊ എനിക്ക് ചാർജിങ് ആകുന്നു, ദെൻ ഒരു ഡിസ്ചാർജിങ് കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അടുത്ത എപ്പോഴാണോ ഞാൻ പൾസ് കൊടുക്കുന്നത്, എഗെയിൻ ഈ ചാർജിങ്, ദെൻ ഡിസ്ചാർജിങ്, എഗെയിൻ ചാർജിങ്, ഡിസ്ചാർജിങ്. ഓക്കെ, അപ്പോൾ എൻ്റെ ടൗ എന്ന് പറയുന്നതാണ് ഈ പറയുന്നതാണ്. എൻ്റെ ടൗ എന്ന് പറയുന്നതാണ് ഈ ഒരു ആർ സി. ഓക്കെ, ഇതാണ് നമ്മുടെ ആർ സി ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കുന്നത് ആർ സി ഡിഫറൻഷിയേറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആർ സി ഇന്റഗ്രേറ്റർ എന്താന്ന് പറഞ്ഞത്? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന്റെ ഇന്റഗ്രേറ്റഡ് വാല്യൂ ആയിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജിൽ എന്ന് പറഞ്ഞു അല്ലെ. സോ ഇവിടെ എങ്ങനെയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. നോക്കൂ, ഫോർ എ പാസീവ് ആർ സി ഡിഫറൻഷിയേറ്റഡ് സർക്യൂട്ട്, the input is connected to a capacitor while the output voltage is taken from across the resistor, being exact opposite the RC integrator. നമ്മളിപ്പോൾ പറഞ്ഞതാണ്, അതായത് നമ്മൾ അവിടെ എന്ത് ചെയ്തു? ഇൻപുട്ട് റെസിസ്റ്ററിൽ കൊടുത്തു, കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് ഔട്ട്പുട്ട് എടുത്തു. ഇവിടെയോ ഇൻപുട്ട് കപ്പാസിറ്ററിൽ കൊടുക്കുന്നു, റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നു. ഓക്കെ, a passive RC differentiator is nothing more than a capacitance in series with a resistance, that is a frequency dependent device which has reactance in series with a fixed resistance. Okay, ഇന്റഗ്രേറ്ററിൽ എന്താണോ അതിന്റെ ഒരു ഓപ്പോസിറ്റർ ആണ്, നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫംഗ്ഷൻ ആണ് ഇവിടെ വരുന്നത്. So just like an integrated circuit, the output voltage depends on the RC time constant and input frequency. നമ്മുടെ ഇൻപുട്ട് ഫ്രീക്വൻസി ഇവിടെ വരാൻ കാരണം എന്താണ്? നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടാണ്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന റിയാക്ടൻസ് ദാറ്റ് ഈസ് XC that is equal to 1 divided by 2 pi FC. ഫ്രീക്വൻസി ഡിപെൻഡന്റ് കോമ്പോണന്റ് ആണ്. സോ അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇൻപുട്ട് ഫ്രീക്വൻസി വരാനായിട്ട് കാരണം. അപ്പോൾ നമ്മുടെ വരുന്ന ആ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തിനൊക്കെ ഡിപ്പെൻഡബിൾ ആണ്? ആർ സി ടൈം കോൺസ്റ്റന്റിനും ഇൻപുട്ട് ഫ്രീക്വൻസിയിലും. നമുക്ക് ഇന്റഗ്രേറ്ററിൽ ഒരു ഇൻപുട്ട് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് ഒരു ടേം വന്നിട്ടില്ല, ബിക്കോസ് അവിടെ നമുക്കൊരു ഇൻപുട്ട് ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്ത്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ആർ സി ടൈം കോൺസ്റ്റന്റ് ആണ്. ഇവിടെ നമ്മൾ അതിന്റെ ഇൻപുട്ട് ഫ്രീക്വൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. At low input frequencies, the reactance XC of the capacitor is high, blocking any DC voltage or slowly varying input signals. While at high input frequencies, the capacitor reactance is low, allowing rapidly varies pulses to pass directly from the input to output. അല്ലെ, അപ്പൊ നമുക്ക് ലോ ഫ്രീക്വൻസി ആണെങ്കിൽ നമ്മുടെ റിയാക്ടൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ റിയാക്ടൻസ് കൂടുതലാണെങ്കിൽ എന്റെ DC കോമ്പണന്റ് അല്ലെങ്കിൽ DC വോൾട്ടേജിനെ പാസ് ചെയ്യോ? ഇല്ല, ബ്ലോക്ക് ചെയ്യും, മാക്സിമം ബ്ലോക്ക് ചെയ്യും. അപ്പൊ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വളരെ ചെറിയ രീതിയിലായിരിക്കും എനിക്ക് ഇൻപുട്ട് സിഗ്നൽസ് പാസ് ചെയ്യുന്നത്. എന്നാൽ വളരെ ഹൈ ഇൻപുട്ട് ഫ്രീക്വൻസി ആണെങ്കിൽ എന്റെ XC എന്ന് പറയുന്നത് എനിക്ക് മിനിമം വാല്യൂ ആയിരിക്കും, വളരെ ലോ ആയിരിക്കും. അപ്പൊ മാക്സിമം വോൾട്ടേജ് നമുക്ക് അവിടെ പാസ് ആകും അല്ലെ. അപ്പൊ എനിക്ക് അനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട്, ഡയറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് കിട്ടും. Okay, this is because the ratio of the capacitance XC to the resistance R is differ for the different frequencies, and the lower frequency the less output. അല്ലെ, അതുകൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ട് ലോവർ ഫ്രീക്വൻസിയിൽ വളരെ കുറഞ്ഞു കിട്ടുന്നത്. So for a given time constant, as the frequency of the input pulses increases, the output pulses more and more resemble the input pulses in shape. അപ്പൊ നമ്മുടെ ഒരു ഗിവൺ ടൈം കോൺസ്റ്റന്റ് നമ്മൾ ഫിക്സ്ഡ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് നമ്മുടെ ഔട്ട്പുട്ട് പൾസും ഏകദേശം നമുക്ക് ഇൻപുട്ട് പൾസ് എങ്ങനെയാണോ ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് മാറിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ഒരു ഫിക്സ്ഡ് ടൈം കോൺസ്റ്റന്റിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗിവൺ ടൈം കോൺസ്റ്റന്റ് ആണെങ്കിൽ. For an RC differentiated circuit, the input signal is applied to one side of the capacitor with the output taken across the resistor. Then the Vout equals to VR. നമുക്ക് അവിടെ എന്തായിരുന്നു ഇന്റഗ്രേറ്ററിൽ Vout which is equal to VC. ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് റെസിസ്റ്ററിന് അക്രോസ് ആയതുകൊണ്ട് Vout equals to VR. Okay. As the capacitor is a frequency dependent element, the amount of charge that is established across the plate is equal to time domain integral of the current. ടൈം ഡൊമൈൻ ഇന്റഗ്രൽ ഓഫ് ദ കറന്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും നമ്മുടെ അവിടെ കപ്പാസിറ്ററിൽ ഉണ്ടാകുന്ന എന്ത് amount of charge എന്ന് പറയുന്നത്. That is takes a certain amount of time for the capacitor to fully charge, as the capacitor cannot instantaneous only charge exponentially. ഇവിടെ നമുക്ക് ആ ഒരു exponential charging ആണ് ഇവിടെയും വരുന്നത്. Okay.
അപ്പോൾ നമ്മുടെ ഡിഫറൻഷിയേറ്ററിന്റെ ഫോർമുല എന്താണ് വരുന്നത്? പി ഔട്ട് ദാറ്റ് ഇസ് ഈക്വൽ ടു ആർ സി ഡി വി ഇൻ ബൈ ഡി ടി. നമ്മൾ പറഞ്ഞു, അതായത് നമ്മുടെ ഇൻപുട്ടിന്റെ ഒരു ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഡിഫറൻഷിയേറ്റഡ് സിഗ്നലിന്റെ, അതായത് ഇൻപുട്ട് സിഗ്നലിന്റെ ഒരു ഡിഫറൻഷിയേറ്റഡ് ഔട്ട്പുട്ട് ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻപുട്ട് സിഗ്നലിന്റെ ഒരു ഡിഫറൻഷിയേറ്റഡ് വാല്യൂ ആണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ജസ്റ്റ് ഒരു ഗ്രാഫും ഡയഗ്രാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ നോക്കൂ, നമുക്ക് ഇൻപുട്ട് നമ്മൾ പറഞ്ഞു, ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ അക്രോസ് ആണ്, കപ്പാസിറ്ററിന്റെ അക്രോസ് ആയിട്ടാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. റെസിസ്റ്ററിന് അക്രോസ്, അതായത് വി ആർ വോൾട്ടേജ് ആണ് എന്റെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, ആ വോൾട്ടേജ് ആയിരിക്കും എനിക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം. ഇവിടെ നോക്കൂ, ഇതാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഇൻപുട്ട് സിഗ്നൽ ഞാൻ സ്ക്വയർ പൾസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ വാല്യൂ അതായത് ആർ സിയുടെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഇൻപുട്ട് എന്താണോ അതിൻ്റെ ഇതിലേക്ക് കൂടുതൽ റിസംബിൾസ് ആയിട്ട് വരും. നോക്കൂ, ഇവിടെ നമുക്ക് 10 RC ആണ്. അപ്പോൾ എൻ്റെ സ്ക്വയർ വേവിന് സിമിലർ ആയിട്ട്, ഏകദേശം സിമിലർ ആയിട്ട് ഒരു സ്ക്വയർ വരുന്നുണ്ട്. ആർ സിയുടെ വാല്യൂ കുറയുന്നതിനനുസരിച്ച് എൻ്റെ ഷേപ്പ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് വേവ് ഫോമിന്റെ, അല്ലേ? അപ്പോൾ നോക്കൂ, എക്സ്പൊണൻഷ്യൽ ആണ് എനിക്ക് വരുന്നത്. കപ്പാസിറ്റർ ഡിസ്ചാർജിങ് ഒക്കെ വരുന്നത് എക്സ്പൊണൻഷ്യൽ ആയിട്ടാണ് വരുന്നത്, അല്ലേ? ഇവിടെ നോക്കൂ, എൻ്റെ ആർ സി എന്ന് പറയുന്നത് ഇവിടെ എനിക്ക് 0.1 RC ആണ്, 0.1 RC ആണ്. അപ്പോൾ നോക്കൂ, എക്സാക്ട്ലി എനിക്കൊരു വേറൊരു വേവ് ഫോം ആയിട്ട് വന്നിരിക്കുകയാണ്, അല്ലേ? നോക്കൂ, എന്നാൽ ഇവിടെ 10 RC ആണ്. അപ്പോൾ ഒരു സിമിലർ ടു ദ ഇൻപുട്ട് സിഗ്നൽ, അത്രേ പറയാൻ പറ്റുള്ളൂ. എക്സാക്ട് ഇൻപുട്ട് ആണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ മോർ സിമിലർ ടു ദി ഇൻപുട്ട് സിഗ്നൽ. അങ്ങനെയുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് ഈ ഒരു ആർ സി ഡിഫറൻഷിയേറ്ററിന്റെ റിസൾട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.